CBSE 10th Maths MCQ. First question. The zeros of the polynomial p of x is equal to x square plus 4x plus 3 are given. Zeros ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് x square plus 4x plus 3. ഇവിടെ sum is equal to 4, product is equal to 3 ആണ്. അപ്പോൾ 3 into 1 ചെയ്താൽ നമുക്ക് 3 കിട്ടി, 3 plus 1 ചെയ്താൽ നമുക്ക് 4 കിട്ടി. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് ആൻസർ? എക്സ് പ്ലസ് 3 ഇൻറ്റു ഇതിന് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -3, എക്സ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -3, എക്സ് ഈസ് ഈക്വൽ ടു -1. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, then next question. If n is the natural number, then which of the following numbers end with the digit 0? ഇതിൽ ഏതിലാണ് ലാസ്റ്റ് ഡിജിറ്റ് 0 ആവുന്നത്? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവണമെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ 5 and 2 ആണ്. either 5 or 2 അല്ലെങ്കിൽ 5 and 2 ആയിരിക്കണം പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ 5ഉം 2ഉം വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 5 into 2 raised to n, all raised to n. Okay, next question. If the root of the equation ax square plus bx plus c is equal to 0, a not equal to 0 are real and equal, then which of the following relation is true? അപ്പോൾ ഇവിടെ റിയൽ ആൻഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് b² - 4ac, b² - 4ac ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ b² - 4ac 0 കിട്ടുന്നതിന് നമ്മൾ എടുക്കണം. ഇവിടെ റൂട്ട്സ് വന്നിട്ട് റിയൽ ആൻഡ് ഈക്വൽ ആണ്. അപ്പോൾ b² - 4ac ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്യുമ്പം 4a ഇസ് ഈക്വൽ ടു b², അതായത് b² - 4a വരുന്നുള്ളൂ, ഇവിടെ c ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റ്, ഒന്നാമത്തെ തെറ്റ്. 2 4b² - ac എന്നാണ് തെറ്റ്. തേർഡ് വൺ 4ac ഇസ് ഈക്വൽ ടു, തേർഡ് വൺ ചെയ്യുമ്പം 4ac ഇസ് ഈക്വൽ ടു b², അതായത് b² - 4ac ഇസ് ഈക്വൽ ടു 0 കിട്ടി ഇവിടെ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 2x plus 3y is equal to 15 and 3x plus 2y is equal to 25, then the value of x minus y is. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ 3x plus 2y ആണ്. എക്സ് വലുത്, അതിനാണ് 3x plus 2y is equal to 25. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. ഒന്നാമത്തെ ഇക്വേഷൻ 2x plus 3y is equal to 15. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് മൈനസ് ചെയ്താൽ നമുക്ക് അതായത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 3x plus 2y, 2x plus 3y. അപ്പോൾ ഇത് മൈനസ് ചെയ്താലും പ്ലസ് ചെയ്താലും നമുക്ക് എക്സ് എന്നുള്ളൊരു നമ്പേഴ്സാണ് കിട്ടുക. എക്സ് പ്ലസ് വൈയോ എക്സ് മൈനസ് വൈ അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ എക്സ് മൈനസ് വൈ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ആദ്യം 3x plus 2y എഴുതി. അപ്പോൾ ഇവിടെ നമുക്കത് മൈനസ് ചെയ്യുമ്പം 3x minus 2x എക്സ്, 2y minus 3y minus y is equal to 25 minus 15 10. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് 10 കിട്ടി. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the sum and product of the roots of the quadratic equation 5x² - 6x plus 21 is equal to 0 is. ഇവിടെ സമ്മിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്മിന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ, നമുക്ക് റൂട്ട്സിനെ ആൽഫ ബീറ്റ എന്നെടുക്കാം. അപ്പോൾ സം എന്ന് പറയുമ്പം ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ആണ്. അപ്പോൾ -b/a എന്ന് പറയുമ്പം സമ്മ് മൈനസ് ഇവിടെ ബി എന്ന് പറയുന്നത് -6 ആണ്. നമ്മുടെ ഫോർമുലയിലെ മൈനസും -6ഉം ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 6/5. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a ആണ്. ഇവിടെ c വന്നിട്ട് 21 ആണ്, a വന്നിട്ട് 5 ആണ്. അപ്പോൾ നമ്മൾക്ക് റേഷ്യോ എഴുതുന്ന സമയത്ത് 6/5 ഈസ് ടു 21/5 എന്ന് എഴുതാം.
അപ്പോൾ 2 ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 6:21. 6ലും 21ലും 3 പോവും. 3 6ൽ 2 ടൈംസ്, 7 21ൽ 7 ടൈംസ്, 2:7. അപ്പോൾ ആൻസർ ഈസ് 2:7, ഓപ്ഷൻ ഡി. ആൻസർ ഈസ് 2:7, ഓപ്ഷൻ ഡി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a raised to 2 into 3 raised to x, if a is equal to 2 raised to 2 into 3 raised to x, and b is equal to 2 raised to 2 into 3 into 5, and c is equal to 2 raised to 2 into 3 into 7, and LCM of ABC is equal to 3780, then x is equal to, അപ്പോൾ നമുക്ക് ഈ 3 സംഖ്യ എഴുതാം ഒന്നും കൂടെ. a is equal to 2 raised to 2 into 3 raised to x, b is equal to 2 raised to 2 into 3 into 5, c is equal to 2 raised to 2 into 3 into 7. ഇവിടെ LCM is equal to എന്താ കിട്ടുക? LCM is equal to ഇവിടെ 2 ഏറ്റവും വലുത് 2 raised to 2 തന്നെയാണ്. പിന്നെ 3ൽ വലുത് 3 raised to xന് എഴുതിയാൽ മതി, ഇൻറ്റു 5 ഇൻറ്റു 7. ഇതാണ് LCM. is equal to എത്രയാണ്? 3780. അപ്പോൾ നമുക്ക് 3 raised to x is equal to 3780 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 7 is equal to 3780 ഡിവൈഡഡ് ബൈ 5 അല്ല, സോറി, 2 സ്ക്വയറാണ്, 2ൻ്റെ സ്ക്വയറാണ് ഇവിടെ. അപ്പം 4, 2ൻ്റെ സ്ക്വയറാണ്, സോറി, 4. 4 ഇൻറ്റു 5 20. അപ്പോൾ നമുക്ക് ഈ 0 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇനി 2 378 എത്ര പ്രാവശ്യം പോകും നോക്കാം നമുക്ക്. 3-ൽ 1 പ്രാവശ്യം, ബാലൻസ് 1, 17-ൽ 8 ഇൻറ്റു 2 16, ബാലൻസ് 1, 18-ൽ 9 പ്രാവശ്യം ഡിവൈഡഡ് ബൈ 7. ഇനി നമുക്ക് ഈ 7 എത്ര പ്രാവശ്യം പോകും നോക്കാം. 18-ൽ 2 പ്രാവശ്യം, 2 ഇൻറ്റു 7 14, ബാലൻസ് 4, 49-ൽ 9 പ്രാവശ്യം, 29 കിട്ടി. 29 അല്ല, 9 പ്രാവശ്യമില്ല, 7 പ്രാവശ്യം, സോറി, അവിടെ തെറ്റിയത്. 18-ൽ 7, 2 പ്രാവശ്യം, ബാലൻസ് 4, 49-ൽ 7 പ്രാവശ്യം, 27. ഓക്കെ, 27. അപ്പോൾ 3 raised to x is equal to 27. 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 27-ന് നമുക്ക് 3 9 times 3 times 3 raised to 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ 2 3 ക്യാൻസൽ ചെയ്താൽ x is equal to 3 കിട്ടി. അപ്പോൾ ആൻസർ x is equal to 3 ആണ്. ഇതിനെ വേറൊരു മെത്തേഡും കൂടെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ 3780ൻ്റെ LCM കണ്ടുപിടിച്ചാലും നമുക്ക് ആ രീതിയും പോവാം. 3780 LCM കണ്ടുപിടിക്കാം. 3 ഇതിൽ പോവോ? 3 വേണ്ട, നമുക്ക് 2 എടുക്കാം, സോറി, 2 എടുക്കാം. 2 1, ബാലൻസ് 17-ൽ പ്രാവശ്യം, 17-ൽ 2, 8 ഇൻറ്റു 2 16, ബാലൻസ് 1, 19 പ്രാവശ്യം, 0. ഇനി നമുക്ക് 3 എടുക്കാം. 3 6 3 18 3 0. ഇനിയും നമുക്ക് 3 എടുക്കാം. 2 1 0. ഇനിയും 3 എടുക്കാം. 7 0. ഇനി നമുക്ക് 2 എടുക്കാം. 35. ഇനി നമുക്ക് 5 എടുക്കാം. 5 7 പ്രാവശ്യം. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് 2 raised to 2 ഇൻറ്റു 3 raised to 3 ഇൻറ്റു 5 ഇൻറ്റു 7 ആണ് LCM എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ LCM എന്ന് പറഞ്ഞിട്ട് എത്രയും ചെയ്ത് വെച്ചത്? LCM is equal to ഇതാണ്, 2 ഇൻറ്റു LCM is equal to ഇവിടെ തന്നിട്ടുണ്ട് 2 raised to 2 ഇൻറ്റു 3 raised to x ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് 3 raised to 3 ആണ് കിട്ടിയത്. അപ്പോൾ x is equal to നമുക്കിവിടെ ഈ ആൻസർ നോക്കിയാൽ മതി. x is equal to നമുക്ക് 3 കിട്ടി. x is equal to 3. ആൻസർ ഈസ് ഓപ്ഷൻ A. Okay. If you like this video, please like, share and subscribe. Thank you. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.